ഹലോ ഹായ് SVT ടോക്സിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജായിട്ടുള്ള യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും ഏകദേശം 15 ലക്ഷം രൂപയുടെ കത്തിക്കരിഞ്ഞ നോട്ടുകൾ കിട്ടുകയും അതിനെ തുടർന്നുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിലിപ്പോൾ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിന് തെളിവുകളുമുണ്ട്. അത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലെ കൊളീജിയം സിസ്റ്റം റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹം ഈ യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ജഡ്ജ് ഓൾറെഡി അലഹബാദ് ഹൈക്കോടതിയിലായിരുന്നു. എന്നാൽ 2021 ഡൽഹി ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ആയതാണ്. എന്നാൽ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ടാണുള്ളത് തിരിച്ചങ്ങോട്ടേക്ക് അയക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് ഈ ഒരു 15 കോടിയുടെ നോട്ട് കെട്ടുകൾ എങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു എന്നതിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിംഗിലാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് ഡൽഹി പോലീസ് കമ്മീഷണറാണ്. ഒരു തെളിവ് ഇങ്ങനെ മീഡിയാസിൽ ഷെയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ? ഒരു ഹൈക്കോടതി ജഡ്ജിന്റെ വീട്ടിൽ നടന്ന ഒരു സംഭവം, ആ ഇൻസിഡന്റ് അതിന്റെ ഒതന്റിസിറ്റി പോലും മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ ഒരു ഡൽഹി കമ്മീഷണർ, ഒരു പോലീസ് കമ്മീഷണർ ഇത് മീഡിയാസിൽ ഷെയർ ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല അത് ചെയ്യുമെന്നുള്ളൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു കാര്യം, ഈ ഒരു നോട്ട് കെട്ടുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഔട്ട് ഹൗസിൽ നിന്നാണ്. ഔട്ട് ഹൗസിലെ സ്റ്റോറേജ് റൂമിൽ നിന്നാണ് ഈ ഒരു കാര്യം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് കൊളീജിയം സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ്. ഈ ഒരു യശ്വന്ത് വർമ്മയുടെ ഇൻസിഡന്റ് ഈ കൊളീജിയം സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുകയാണ്. അതിലൂടെ അവർ വരുത്തി തീർക്കാൻ നോക്കുന്നത് കൊളീജിയം സിസ്റ്റം ഫെയിലിയർ ആണെന്നുള്ള ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, 2014 മോദി ഗവൺമെന്റ് ചാർജ് എടുത്ത ഉടനെ തന്നെ, അതായത് 3 മാസത്തിന്റെ ഉള്ളിലായിട്ട് 2014 നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കൊളീജിയം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊളീജിയം സിസ്റ്റത്തെ മാറ്റി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനെ കൊണ്ടുവന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷനിൽ എക്സിക്യൂട്ടീവ്സ്, മിനിസ്റ്റേഴ്സും കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് ജുഡീഷ്യറിയുടെ കാര്യത്തിൽ മിനിസ്റ്റേഴ്സിനും ഇടപെടാം എന്നൊരു രീതിയിലായിരുന്നു ആ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2015 നമ്മുടെ സുപ്രീം കോടതി അത് മുളയിലെ അങ്ങ് നുള്ളിക്കളഞ്ഞു. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അത് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം, അതായത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്ന് പറഞ്ഞ അതിനെ എടുത്തു കളഞ്ഞ് തിരിച്ച് കൊളീജിയം സിസ്റ്റം തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതുവരെ കൊളീജിയം സിസ്റ്റം ഒരു ഫെയിലിയർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ വരുന്ന ഒരു കാര്യമാണോ ഈ ഒരു യശ്വന്ത് വർമ്മയുടെ കേസ്? അതായത് യശ്വന്ത് വർമ്മയെ കുടുക്കിയതാണോ? കാരണം ഇതിന്റെ പഴി കൊളീജിയം സിസ്റ്റത്തിനെ വെക്കാൻ വേണ്ടി, കാരണം കൊളീജിയം സിസ്റ്റം ഫെയിലിയർ ആണെന്ന് പറഞ്ഞ് കൊളീജിയം സിസ്റ്റത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണോ ഈ ഒരു സംഭവം? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നേ പറ്റൂ. ഈ പറയുന്ന ജഡ്ജ് കറപ്റ്റഡ് ആണെങ്കിൽ ഈ വ്യക്തിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നൽകുക തന്നെ ചെയ്യണം. എന്നാൽ ഇത് കെട്ടിച്ചമച്ചതാണെങ്കിൽ, അതായത് ഇദ്ദേഹത്തെ ആരെങ്കിലും കുടുക്കിയതാണെങ്കിൽ അതും കണ്ടെത്തി അതിന്റെ മോട്ടീവ് എന്താണെന്നും കൂടി കണ്ടെത്തി ആരാണ് ഇതിന്റെ പിന്നിൽ എന്നും കൂടി കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇത് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കുന്നതും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ജുഡീഷ്യറിയോടുള്ള വിശ്വാസത്തെ തകർക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.